ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA തേർഡ് സെമ്മർ എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജിക്കാർക്കുള്ള സോഷ്യൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലെ 4ാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക, ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ പെയ്ഡ് നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ മുൻ വീഡിയോസിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ ബന്ധപ്പെടുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 4ാമത്തെ ബ്ലോക്കിൻ്റെ പേര് കൊളോണിയൽ ഇന്ത്യ 18th സെഞ്ച്വറി ടു ദ 19th സെഞ്ച്വറി. 18-19 നൂറ്റാണ്ടുകളിലെ കൊളോണിയൽ ഇന്ത്യ. അതിൽ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് മർക്കൻറ്റൈൽ ഇൻട്രസ്റ്റ്സ് ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റാണ്. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മർക്കൻറ്റൈൽ താല്പര്യങ്ങളെക്കുറിച്ചാണ്. അത് നമുക്ക് ആദ്യം വരുന്നത് ബ്രിട്ടീഷ് അധികാരത്തിൻ്റെ ഏകീകരണത്തെക്കുറിച്ച്. 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാനിത് കണ്ടിട്ടുണ്ട് കേട്ടോ. കൺസോളിഡേഷൻ ഓഫ് ബ്രിട്ടീഷ് പവർ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നോക്കുക, ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കം കുറിക്കുന്നത് 1757 പ്ലാസി യുദ്ധത്തിന് ശേഷമാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രാധാന്യം നേടിയതും ആ യുദ്ധത്തിന് ശേഷം തന്നെയാണ്. 1858 സിപ്പായി കലാപത്തിന് ശേഷം ബ്രിട്ടീഷുകാർ പ്രകൃതിയ ഇന്ത്യൻ ഭരണത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഭരണം ഏകീകരിക്കാനും രാജ്യത്ത് തങ്ങളുടെ നയങ്ങൾ അനുയോജ്യമായ രീതിയിൽ നിയന്ത്രിക്കാനും അവർ വിവിധ തന്ത്രങ്ങൾ പ്രയോഗിച്ചു. ബ്രിട്ടീഷ് ഭരണകാലത്ത് പല സ്ഥലങ്ങളിലും പ്രാദേശിക രാജാക്കന്മാരുടെ ഭരണങ്ങളാണ് ഉണ്ടായിരുന്നത്. അവരിൽ പലരും ഇവരെ അനുസരിക്കാത്തവരായിട്ടും ഉണ്ടായിരുന്നു. ഡൽഹൌസി പ്രഭു ഗവർണർ ജനറൽ ആയിരിക്കുമ്പോൾ കൊണ്ടുവന്ന ദത്തവകാശ നിരോധന നയം പ്രാദേശിക രാജാവിന് ആൺമക്കളില്ലെങ്കിൽ അവരുടെ പ്രദേശം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുന്ന നയം കൊണ്ടുവന്നു. അതാണ് ദത്തവകാശ നിരോധന നയം എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ പൊളിറ്റിക്കൽ പരാമർശങ്ങളിലൂടെ ഇന്ത്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഭൗതിക ഏകീകരണം അവർ നടത്തി. 1803 ചാർട്ടർ ആക്ട് വഴി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാണിജ്യ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് ഭരണത്തിലേക്ക് മാത്രം പ്രാധാന്യം കൊടുത്തു. 1858 ഇന്ത്യ ഗവൺമെൻറ് ആക്ട് കൊണ്ടുവന്ന് ഭരണ നിയന്ത്രണം ബ്രിട്ടീഷ് രാജ്ഞിക്ക് കൈമാറി. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരു ഏകീകൃത കറൻസി, അതുപോലെ ബാങ്കിങ് സംവിധാനം നടപ്പിലാക്കി. റെയിൽവേ, ടെലിഗ്രാഫ്, പോസ്റ്റൽ സർവീസ് ഇങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് ഭരണ ഏകീകരണം അവർ കൂടുതൽ അതായത് ഇതൊക്കെ അവർ നടപ്പിലാക്കിയത് നമുക്ക് വേണ്ടിയിട്ടല്ല, അവരുടെ ഭരണ ഏകീകരണത്തിന് വേണ്ടി തന്നെയാണ് കേട്ടോ. 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ട്, 1909 മിൻറ്റോ മോർലി പരിഷ്കാരങ്ങൾ എന്നിവ വഴി നിയമവ്യവസ്ഥയിൽ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കപ്പെട്ടു. ഏകീകൃത നിയമവ്യവസ്ഥ രാജ്യത്തിൻ്റെ നിയമ നടപടിയെ എളുപ്പമാക്കാൻ അവരെ സഹായിച്ചു. ഇതിൻ്റെ എല്ലാം ഫലമായി ഇന്ത്യയിൽ കേന്ദ്രഭരണം ശക്തമാവുകയും ഔദ്യോഗിക സംവിധാനങ്ങളിൽ ഏകീകൃത പ്രവർത്തനങ്ങൾ നടപ്പിലാക്കപ്പെടുകയും ചെയ്തു. ഇനി നമുക്ക് അലഹബാദ് ഉടമ്പടിയെക്കുറിച്ചാണ്. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. 1764 ബക്സാർ യുദ്ധത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മിർ കാസിം, ഷുജ ദൗള, മുഗൾ ചക്രവർത്തി ഷാ ആലം രണ്ടാമൻ എന്നിവരടങ്ങിയ സഖ്യത്തെ പരാജയപ്പെടുത്തി. ഈ വിജയത്തിന് ശേഷം ബ്രിട്ടീഷ് കമ്പനി 1765 മുഗൾ ചക്രവർത്തിയുമായും അവധിലെ നവാബുമായും അലഹബാദ് ഉടമ്പടി ഒപ്പുവെച്ചു. ഇതോടെ ബ്രിട്ടീഷ് കമ്പനി ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിലെ ദിവാനി അവകാശം ഏറ്റെടുത്തു. ഇത് കമ്പനിക്ക് പ്രദേശങ്ങളിലെ നികുതിയും സാമ്പത്തിക കാര്യങ്ങളും നിയന്ത്രിക്കാനുള്ളൊരു അനുമതി നൽകി. കമ്പനിക്ക് പ്രദേശങ്ങളിൽ അതുപോലെ തന്നെ ഷുജ ദൗളയെ അവധിൻ്റെ ഒരു നാമമാത്ര നവാബായിട്ട് അവർ നിയമിച്ചു കൊടുക്കുകയും ചെയ്തു. ഷാ ആലം രണ്ടാമനെ അലഹബാദിൽ ഒരു ചെറിയ പ്രദേശത്തിൻ്റെ തലവനാക്കി നിയമിക്കുകയും ചെയ്തു. ഇങ്ങനെ കമ്പനിക്ക് വാർഷിക കപ്പം അല്ലെങ്കിൽ നികുതി കൊടുക്കാമെന്ന വ്യവസ്ഥയിലാണ് അദ്ദേഹത്തെ ഒരു ചെറിയ പ്രദേശത്തിൻ്റെ തലവനാക്കി മാറ്റിയത്. ബക്സാർ യുദ്ധത്തിലൂടെ ബംഗാളിലെ ദിവാനി അധികാരം പിടിച്ചെടുത്ത ബ്രിട്ടീഷ് കമ്പനി ആ ധനസമ്പത്ത് തങ്ങളുടെ സാമ്രാജ്യത്വ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. തങ്ങളുടെ സൈനിക ശക്തി കൂട്ടുകയും ചെയ്തു. അവർ തുടർന്ന് ഭരണാധികാരികളിൽ ഭിന്നത ഉണ്ടാക്കി സാമ്രാജ്യത്തെ അംഗീകരിക്കുന്നതിൽ അവർ വിജയിച്ചു. ദിവാനി അവകാശം ബംഗാളിൽ ബ്രിട്ടൻ്റെ സാമ്പത്തിക ചൂഷണത്തിന് വഴിവെച്ചു. പ്രദേശങ്ങളിലെ വരുമാനം സമാഹരിച്ച് ഈ വരുമാനങ്ങൾ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാൻ അവർക്ക് അവസരമുണ്ടാക്കി. ഉടമ്പടി ഇന്ത്യൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് തുടക്കമിട്ട ഒരു ഉടമ്പടിയാണ്. ഇനി നമുക്ക് അടുത്തത് ഇതിൽ വരുന്നത് 1757 പ്ലാസി യുദ്ധത്തെക്കുറിച്ചാണ് കേട്ടോ. 1757 പ്ലാസി യുദ്ധം ഇന്ത്യയുടെ ബ്രിട്ടീഷ് കൊളോണിയൽ വ്യാപനത്തിൻ്റെ ചരിത്രത്തിൽ വളരെ നിർണായകമായ ഒരു സംഭവമാണ്. ചതിപ്രയോഗത്തിലൂടെയാണ് അവരതിൽ വിജയിക്കുന്നത് കേട്ടോ. യുദ്ധത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സിറാജ് ദൗള നയിച്ച ബംഗാളിൻ്റെ സൈന്യത്തെ തോൽപ്പിച്ചു. ഈ യുദ്ധത്തിലൂടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിൽ ശക്തമായ പ്രഭാവം സ്ഥാപിച്ചു. ബംഗാൾ സമ്പത്ത് നിറഞ്ഞൊരു മേഖലയായിരുന്നു. ഇവിടെ നിന്നുള്ള സമ്പത്തെല്ലാം അവർ കൈക്കലാക്കുകയും അത് ബ്രിട്ടനിലേക്ക് അയക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ പ്രാദേശിക ഭരണാധികാരിയായ സിറാജ് ദൗളയെ മറികടക്കാൻ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ സൈനിക മേധാവി മിർ ജാഫറിനെ കൂട്ടുപിടിച്ചു. അങ്ങനെ ചതിപ്രയോഗത്തിലൂടെയാണ് യുദ്ധത്തിൽ വിജയിക്കുന്നതെങ്കിലും അവരുടെ മേധാവിത്വവും സാമ്രാജ്യത്വവും ഒക്കെ ഇന്ത്യയിൽ സ്ഥാപിക്കാൻ അതൊരു കാരണമായി. യുദ്ധാനന്തരം കമ്പനി ബംഗാളിൻ്റെ സമ്പത്ത് പരസ്യമായിട്ട് ചൂഷണം ചെയ്യാൻ തുടങ്ങി. ബ്രിട്ടൻ്റെ കൊളോണിയൽ നയം ഇന്ത്യയിൽ സുസ്ഥിരമായ ആദ്യഘട്ടമായിരുന്നു പ്ലാസി യുദ്ധം. ഇത് പിന്നീട് കൊളോണിയൽ വിപുലമായ
സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് പ്രേരകമായി. ബ്രിട്ടൻ ശക്തമായ സൈനിക ശക്തിയായി മാറുകയും ചെയ്തു. ഇനി നമുക്കിതിൽ അടുത്ത് വരുന്നത് കർണാട്ടിക് യുദ്ധങ്ങളെക്കുറിച്ചാണ്. കർണാട്ടിക് യുദ്ധങ്ങൾ 18-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വിജയത്തിൽ പ്രധാന പങ്കുവഹിച്ച യുദ്ധങ്ങളാണ്. ചരിത്രപരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ട ഒരു യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. ഫ്രഞ്ച് ഇന്ത്യ കമ്പനിയും പ്രാദേശിക ഭരണാധികാരികളുമായി നടത്തിയ യുദ്ധങ്ങൾ കമ്പനിയുടെ സൈനിക ശക്തിയും രാഷ്ട്രീയ നിലനിൽപ്പും രൂപീകരിച്ചു. കർണാട്ടിക് യുദ്ധങ്ങൾ 1746-നും 1763-നും ഇടയിലായിട്ട് 3 ഘട്ടങ്ങളിലായിട്ട് നടന്നു. യൂറോപ്പിൽ നടന്ന ഓസ്ട്രിയൻ പിന്തുടർച്ചാവകാശ യുദ്ധത്തിൻ്റെ ഭാഗമായി ഉണ്ടായ സപ്തവത്സര യുദ്ധം ഇന്ത്യയിലെ യുദ്ധങ്ങൾക്ക് കാരണമായ വലിയ അന്താരാഷ്ട്ര ചലനങ്ങളായിരുന്നു. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഇന്ത്യയിൽ പ്രാദേശിക ശക്തികളായ കർണാട്ടിക് നവാബിനെയും ഹൈദരാബാദിലെ നൈസാമിനെയും പിന്തുണച്ചുകൊണ്ട് തങ്ങൾക്ക് വേണ്ടി രാജകീയ പടയോട്ടങ്ങൾ നടത്തി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തങ്ങളുടെ സൈനിക തന്ത്രങ്ങൾ മെച്ചപ്പെടുത്തി പ്രാദേശിക ശക്തികളെയും യൂറോപ്യൻ പട്ടാളത്തെയും പരാജയപ്പെടുത്തി. 1751 ആർക്കോട്ടിലേക്കുള്ള കുതിപ്പ് റോബർട്ട് ക്ലൈവിൻ്റെ സൈനിക കഴിവിൻ്റെ ആദ്യ തെളിവായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് വലിയ പ്രഭാവം ഇതിലൂടെ നേടിയെടുക്കാൻ കഴിയുകയും ചെയ്തു. 1761 വാണ്ടിവാഷ് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ ഫ്രാൻസിനെ പരാജയപ്പെടുത്തി. ഇതിലൂടെ ഫ്രാൻസിൻ്റെ സാമ്രാജ്യത്വ സൃഷ്ടിയുടെ സാധ്യത അവിടെ ഇല്ലാതായി. തുടർന്ന് ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ നിലനിന്നെങ്കിലും അവരുടെ വ്യാപാര നിലകളിൽ മാത്രമായിട്ട് അതായത് സാമ്രാജ്യ വികസനം അവർ ഉപേക്ഷിച്ചു. പ്രാദേശിക ഭരണാധികാരികളുമായിട്ട് ആയുധ പോരാട്ടത്തിന് നയം രൂപീകരിച്ച ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ സ്വാധീനം വർദ്ധിപ്പിച്ചു. ഹൈദരാബാദിലെ നൈസാമിൻ്റെ പിന്തുണ ബ്രിട്ടന് അനുകൂലമായ നീക്കമായിട്ട് മാറി. കർണാട്ടിക് യുദ്ധങ്ങൾ ബ്രിട്ടൻ്റെ രാഷ്ട്രീയ ഇടപെടലുകൾ ഇന്ത്യയിൽ കൂടുതൽ വ്യാപിക്കുന്നതിന് വഴിവെച്ചു. യുദ്ധക്കെടുതികൾ പ്രാദേശിക ഭരണകൂടങ്ങളെ സാമ്പത്തികമായിട്ടും സൈനികമായും ദുർബലമാക്കി. ബ്രിട്ടന് കൂടുതൽ സ്വാധീനം ലഭിക്കാൻ അത് സഹായിക്കുകയും ചെയ്തു. മദ്രാസ്, ബംഗാൾ എന്നിവിടങ്ങളിൽ ബ്രിട്ടീഷ് അടിത്തറ കൂടുതൽ ശക്തമായി. ഈ പ്രദേശങ്ങൾ പിന്നീടുള്ള സാമ്രാജ്യത്വ വ്യാപനത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളായിട്ട് മാറുകയും ചെയ്തു. ഇനി നമുക്ക് അടുത്തതിൽ വരുന്നത് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും ഇന്ത്യയിലെ സാമൂഹിക സാമ്പത്തിക അവസ്ഥകളിൽ ആംഗ്ലോ മറാത്ത യുദ്ധങ്ങളുടെ സ്വാധീനമാണ്. ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ ഇന്ത്യയിലെ സാമൂഹിക സാമ്പത്തിക അവസ്ഥകളിൽ ദീർഘമായ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ യുദ്ധങ്ങൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത സാമ്രാജ്യത്തിൻ്റെയും പരസ്പര പ്രഭാവം ഉറപ്പിക്കാൻ നടന്ന വമ്പിച്ച പോരാട്ടങ്ങളായിരുന്നു. 3 ഘട്ടങ്ങളിലായിട്ടാണ് യുദ്ധങ്ങൾ നടന്നത്. ഓരോ ഘട്ടത്തിലും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നിരവധി മാറ്റങ്ങൾ ഇന്ത്യയിൽ സംഭവിച്ചു. യുദ്ധങ്ങൾ മറാത്ത സാമ്രാജ്യത്തിൻ്റെ തകർച്ചയിലേക്കും ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ ശക്തി വളർച്ചയിലേക്കും നയിച്ചു. പരമ്പരാഗത സാമൂഹിക ഘടനകൾ വീഴ്ച നേരിട്ടു. ബ്രിട്ടീഷ് കമ്പനി കർഷകരിൽ നേരിട്ട് അറിയപ്പെട്ടു. ഭൂമിയുടെ കൈമാറ്റം പ്രദേശവാസികളിൽ സാമ്പത്തിക സാമൂഹിക അസന്തുലിതാവസ്ഥ സൃഷ്ടിച്ചു. മറാത്ത ഭരണകൂടത്തിൻ്റെ തകർച്ച, സാംസ്കാരിക സ്ഥാപനങ്ങൾ, തദ്ദേശീയ കച്ചവടങ്ങൾ ഇതൊക്കെ ഇതിൽ തകരുന്നതിന് ഇത് ഇടവരുത്തി. ഇത്രയാണ് അതിൽ വരുന്നത് കേട്ടോ. ഇനി യൂറോപ്യൻ പര്യവേഷണത്തിന് ഇന്ത്യയിലെ വ്യാപാര പാതകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രചോദനങ്ങളെക്കുറിച്ചാണ്. യൂറോപ്യൻ പര്യവേഷണത്തിനും ഇന്ത്യയിലേക്കുള്ള വ്യാപാര പാതകൾ സ്ഥാപിക്കുന്നതിനും പ്രചോദനങ്ങൾ വ്യാപകമായ സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക, വൈജ്ഞാനിക ഘടകങ്ങളിൽ നിന്നാണ് രൂപം കൊണ്ടിട്ടുള്ളത്. 15-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഈ ശ്രമങ്ങൾ യുഗങ്ങൾ നീണ്ടുനിന്ന വ്യാവസായിക പൗരസ്ത്യ സംസ്കാരങ്ങളുമായിട്ട് ബന്ധമുള്ളവർക്ക് വലിയ തോതിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ, രത്നങ്ങൾ തുടങ്ങിയവയ്ക്ക് യൂറോപ്പിൽ വളരെ കൂടുതൽ ആവശ്യക്കാരുണ്ടായി. അതുപോലെ മധ്യധാരാ കടലിലെ ഇസ്ലാമിക് ശക്തികളുടെ ഇടപെടലിനെ മറികടന്ന് നേരിട്ട് കിഴക്കൻ സമ്പത്തുകൾ കൈവശപ്പെടുത്തുക എന്നത് പ്രധാന ലക്ഷ്യമായിട്ട് മാറുകയും ചെയ്തു. യൂറോപ്യൻ രാജ്യങ്ങൾ കരമാർഗപാതകളെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിലേക്കും കിഴക്കൻ ഏഷ്യയിലേക്കും കടൽ മാർഗം കണ്ടെത്തുവാൻ ഇത് വളരെയധികം താല്പര്യം കാണിച്ചു. പോർച്ചുഗീസുകാരനായ വാസ്കോ ഡ ഗാമ 1498 മലബാർ തീരത്തേക്കുള്ള യാത്ര ഇതിന് ഒരു ഉദാഹരണമാണ്. ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ ആധുനിക സമ്പത്ത് നിർമ്മാണത്തിനുള്ള അടിസ്ഥാനങ്ങളായിട്ട് ഉപയോഗിക്കാൻ യൂറോപ്യന്മാരെ ആവശ്യപ്പെട്ടു. നാവിഗേഷൻ ഉപകരണങ്ങളും കണ്ടുപിടുത്തങ്ങളും വികസനവും കടൽ യാത്ര എളുപ്പമാക്കി. അതുപോലെ തന്നെ ഇന്ത്യയുടെ സമ്പത്ത് മത്സരങ്ങളിൽ നിർണായകമായൊരു പങ്ക് വഹിച്ചു. യൂറോപ്യൻ നീക്കങ്ങൾ ഇന്ത്യയിലെ ആഗോള വ്യാപാരത്തിൻ്റെ പ്രധാന കേന്ദ്രമാക്കി. ഇന്ത്യയിലെ യൂറോപ്യൻ ശക്തികളുടെ വ്യാപ്തിയിലൂടെ കൊളോണിയൽ അധിനിവേശവും പരിഷ്കാരപരവുമായിട്ടുള്ള അവസരങ്ങൾക്ക് വേണ്ടി വാദിച്ചു. ഇനി മുഗൾ സാമ്രാജ്യത്തിൻ്റെ പതനം ഇന്ത്യയിലെ ബ്രിട്ടീഷ് അധികാരത്തിൻ്റെ വളർച്ചയെ എങ്ങനെ ത്വരിതപ്പെടുത്തി എന്നുള്ളതാണ്. 18-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെ മുഗൾ സാമ്രാജ്യം നശിച്ചു പോവുകയായിരുന്നു.
ഔറംഗസീബിൻ്റെ ഭരണത്തിന് ശേഷം മുഗൾ സാമ്രാജ്യം ദുർബലമാവുകയും പ്രദേശങ്ങൾ സാമന്തന്മാരായ ഭരണാധികാരികൾ സ്വതന്ത്രമായിട്ട് ഭരിക്കാൻ തുടങ്ങുകയും ചെയ്തു. മുഗളരുടെ ശക്തമായ കേന്ദ്രഭരണം തകർന്നപ്പോൾ അധികാരം പ്രാദേശിക നേതാക്കന്മാരിലേക്ക് മാറി. ഇന്ത്യ വാണിജ്യ പ്രസ്ഥാനങ്ങൾക്കും അധിനിവേശത്തിനും അനുകൂലമായ ഒരവസ്ഥയിലേക്ക് മാറി. പ്രാദേശിക ശക്തികൾ തമ്മിലുള്ള അധികാര മത്സരങ്ങളും യുദ്ധങ്ങളും ബ്രിട്ടീഷുകാർക്ക് പ്രത്യേകമായിട്ട് പരസ്പര വിരോധങ്ങൾ ഉപയോഗപ്പെടുത്താൻ ഒരവസരം നൽകുകയും ചെയ്തു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അവരുടെ ചേരിയുടെയും സൈനിക ശക്തിയുടെയും സഹായത്തോടെ ശൂന്യത പ്രയോജനപ്പെടുത്തി. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രം ഉപയോഗിച്ച് ബ്രിട്ടീഷ് അധികാരികൾ പ്രാദേശിക ശക്തികളെ പരസ്പരം പിരിച്ചുവിട്ട് തങ്ങളുടെ അധികാരം സ്ഥാപിച്ചു. പ്ലാസി യുദ്ധമാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം. മുഗൾ സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷം ഇന്ത്യയുടെ വ്യാപാരവും സാമ്പത്തികവും ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയും ഇന്ത്യയെ ഒരു വാണിജ്യ കേന്ദ്രമാക്കി അവർ മാറ്റുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ പൊതുഭരണത്തിൽ ധനനയം ഉപയോഗിച്ച് തങ്ങളുടെ സേനയെ സജ്ജമാക്കി. പ്രാദേശിക ജനങ്ങൾ തമ്മിലുള്ള ഐക്യത്തിൻ്റെ അഭാവം ബ്രിട്ടീഷുകാർക്കൊരു തന്ത്രപരമായ ആനുകൂല്യം നൽകുകയും ചെയ്തു കേട്ടോ. ഇത്രയാണ് നമുക്കിതിൽ വരുന്നത്. ഇനി പ്ലാസി യുദ്ധത്തെക്കുറിച്ചാണ് ഇതിൽ പിന്നെ റൈറ്റ് എ നോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ പ്ലാസി യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞതില്ലേ, അത് വെച്ചിട്ട് നിങ്ങൾ എഴുതാൻ വേണ്ടിയുള്ളൊരു ശ്രമം നടത്താം. ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് വരുന്നത്. ഓക്കെ, താങ്ക്സ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.